നമുക്കെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള കളിയാണ് ഫുട്ബോൾ. ലോകം മുഴുവൻ ഒത്തിരി ആരാധകരുള്ള ഏറ്റവും കൂടുതൽ വീക്ഷിക്കുന്ന കളി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഓക്കെ, ഒരിക്കല് ഒരു ഫുട്ബോൾ ടീമിന് ഒരു പുതിയ പരിശീലകൻ വന്നു. പരിശീലകൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കളിക്കാർക്ക് വല്ലാത്തൊരു ആകാംക്ഷയുണ്ടാകും. എന്തൊക്കെ പുതിയ മെത്തേഡ്സ് ഒക്കെ ആയിരിക്കും, എന്തൊക്കെ സ്കിൽസ് ഒക്കെ ആയിരിക്കും, എന്തൊക്കെയായിരിക്കും അദ്ദേഹം തങ്ങളെ പരിശീലിപ്പിക്കുക. പക്ഷെ അവരെ ആദ്യ ദിനം അമ്പരപ്പെടുത്തിയ ഒരു കാര്യം എന്താണെങ്കിൽ, ആദ്യ ദിനം അദ്ദേഹം ട്രെയിനിങ്ങിന് വന്നപ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പന്ത് പോലും ഇല്ല. ഒരു പന്ത് പോലും ഇല്ലാതെ എങ്ങനെയായിരിക്കും തങ്ങളെ അദ്ദേഹം പരിശീലിപ്പിക്കുക? അതിന് അദ്ദേഹത്തിന് കഴിയുമോ? അവർ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ ഒരു പന്ത് പോലും ഇല്ലാതെ മൈതാനത്തെത്തിയത്? ഉടനെ അദ്ദേഹം അവരോട് ഒരു മറു ചോദ്യമാണ് ചോദിച്ചത്, ഒരു സമയം ഗ്രൗണ്ടിൽ എത്ര പേർ കളിക്കുന്നുണ്ടാകും? ഉടനെ അവരുടെ മറുപടി ഇങ്ങനെയായിരുന്നു, ഒരു ടീമിൽ 11 പേരാണല്ലോ, എങ്ങനെയാണെങ്കിൽ 22 പേരുണ്ടായിരിക്കും. ഉടനെ അദ്ദേഹം മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഒരേ സമയം എത്ര പേരായിരിക്കും പന്തിൽ ടച്ച് ചെയ്യുന്നത്? ഉടനെ അവർ പറഞ്ഞു, ഒരു സമയം ഒരാളാണ് കളിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, അങ്ങനെയെങ്കിൽ ബാക്കി 21 പേർ എന്താണ് ചെയ്യുന്നത്? അവരുടെ കയ്യിൽ പന്തില്ലല്ലോ. ആ 21 പേർ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഇന്ന് പരിശീലിക്കുന്നത്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ആ 21 പേരും എന്ത് ചെയ്യണം? ബോളിനെ കൃത്യമായി വീക്ഷിച്ചുകൊണ്ടിരിക്കണം, അതിന്റെ പാസുകൾ നോക്കിക്കൊണ്ടിരിക്കണം, അതിന്റെ ചലനങ്ങൾ, ഓരോ കളിക്കാരന്റെയും ചലനങ്ങൾ വീക്ഷിച്ചുകൊണ്ടാണ് ഓരോ മുന്നേറ്റവും നടക്കുന്നത്. അതെ, പന്ത് ടച്ച് ചെയ്യുന്ന ആളുടെ വിശ്വാസം എന്ന് പറയുന്നത് കൂടെയുള്ളവർ തനിക്ക് സപ്പോർട്ടാണ്, തന്റെ കൂടെ തന്നെയുണ്ട്, എന്റെ ഒരു പാസിനപ്പുറത്തേക്ക് അതെടുക്കാനായിട്ട് അവനുണ്ട് എന്നുള്ള വിശ്വാസം. അതെ, ജീവിതമാകുന്ന കളിയിലും പലപ്പോഴും ഇതൊക്കെയാണ് നടക്കുന്നത്. നമ്മളെ മുന്നിലേക്ക് ചലിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പ്രേരക ശക്തി എന്ന് പറയുന്നത് തങ്ങളുടെ കൂടെയുള്ളവർ തങ്ങൾക്ക് ഒരുപാട് വലിയ സപ്പോർട്ടാണ്, തങ്ങൾക്ക് പ്രചോദനമാണെന്നുള്ളതാണ്. അപ്പൊ മറ്റുള്ളവർക്ക് പ്രചോദനമാവുക, സപ്പോർട്ട് ആവുക എന്ന് പറയുന്നതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം. ആർക്കും അധിക നേരം ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റില്ല, ആർക്കും അധിക നേരം ഒറ്റയ്ക്ക് കളിച്ച് ഗോൾ അടിക്കാനും സാധിക്കില്ല. അതെ, കൂടെയുള്ളവരെയും കൂടി നമ്മൾ പരിഗണിക്കണം. കളിക്കുമ്പോൾ എന്റെ മാത്രം സ്വാർത്ഥത, കളി എന്ന് പറയുമ്പോൾ ജീവിതമാകുന്ന കളിയിലും എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കളിക്കുമ്പോൾ അവിടെ അപകടങ്ങൾ ഉണ്ടാകും. ആയതിനാൽ മറ്റുള്ളവരെയും കൂടി പരിഗണിക്കുക, മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്നവരാവുക, മറ്റുള്ളവർക്ക് ആത്മവിശ്വാസം നൽകുന്നവരാവുക. അപ്പൊ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.